C++ലെ ഫങ്ഷൻസ് പ്രധാനമായും 3 ടൈപ്പ് ഉണ്ട് എന്ന് നമുക്ക് പറയാം. ഒന്നാമത്തേത് ഫങ്ഷൻസ് വിത്തൗട്ട് ആർഗ്യുമെൻറ്റ്സ്, അടുത്തത് ഫങ്ഷൻസ് വിത്ത് ആർഗ്യുമെൻറ്റ്സ്, മൂന്നാമത്തേത് ഫങ്ഷൻസ് വിത്ത് ആർഗ്യുമെൻറ്റ്സ് ആൻഡ് എ റിട്ടേൺ ടൈപ്പ്. ഒന്നാമതായിട്ടുള്ള ഫങ്ഷൻസ് വിത്തൗട്ട് ആർഗ്യുമെൻറ്റ്സ് എന്താണെന്ന് നോക്കാം. ഇവിടെ നമ്മൾ ഫങ്ഷൻ കോൾ ചെയ്യുമ്പോൾ ഫങ്ഷനിലേക്ക് വാല്യൂസ് ഒന്നും അയക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ടൈപ്പ് പ്രോഗ്രാംസിനെ, ഈ ടൈപ്പ് ഫങ്ഷൻ കോളിനെ നമ്മൾ ഫങ്ഷൻസ് വിത്തൗട്ട് ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയും. ഇനി നമുക്ക് പ്രോഗ്രാം വിശദമായി ഒന്ന് നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് വോയിഡ് ഷോ എന്നാണ്. വോയിഡ് എന്താണ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഒരു ഫങ്ഷൻ ഒരു വാല്യൂവും റിട്ടേൺ ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ ആ ഫങ്ഷന് മുമ്പേ വോയിഡ് എന്ന് ചേർക്കും. ഒരു ഫങ്ഷൻ ഷോ എന്ന പേരിലുള്ള ഒരു ഫങ്ഷൻ നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വോയിഡ് ഷോ എന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് മെയിനിന് മുന്നേ തന്നെ എഴുതിയേക്കുന്നത്. ഇങ്ങനെയുള്ള ഡിക്ലറേഷനെ നമ്മൾ പ്രോട്ടോടൈപ്പ് ഡിക്ലറേഷൻ എന്നാണ് പറയുന്നത്. പ്രോട്ടോടൈപ്പ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം മെയിൻ പ്രോഗ്രാം തുടങ്ങുന്നു. അവിടെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം കഴിഞ്ഞു. നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യുകയാണ്. ഫംഗ്ഷൻ കോൾ ചെയ്യാൻ ഫംഗ്ഷൻ്റെ പേര് പറയുക, 2 ബ്രാക്കറ്റ് ഇടുന്നു, ഒരു സെമിക്കോളൻ. ഇത്രയായാൽ ഫംഗ്ഷൻ കോൾ ചെയ്ത് കഴിഞ്ഞു. ഉടനെ പ്രോഗ്രാമിൻ്റെ കൺട്രോൾ ഫംഗ്ഷനിലേക്ക് വരുന്നു. ഫംഗ്ഷൻ നമ്മൾ മെയിൻ്റെ തൊട്ട് താഴെ എഴുതി വെച്ചിട്ടുണ്ട്. ആ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യും. എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം വീണ്ടും ഇത് തിരിച്ച് ഫംഗ്ഷൻ്റെ തൊട്ട് താഴത്തെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് എത്തുന്നു. മെയിൻ പ്രോഗ്രാം ക്ലോസ് ആവുന്നു. ഇങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ, ആ ഫംഗ്ഷൻ ആർഗ്യുമെൻറ്റ്സ് ഒന്നും ഇല്ലെങ്കിൽ ഉള്ള ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത് ഈ രീതിയിലാണ്. അടുത്തതായിട്ട് നമുക്ക് കാണാനുള്ളത് ഫങ്ഷൻസ് വിത്ത് ആർഗ്യുമെൻറ്റ്സ്. അപ്പോൾ ഫങ്ഷൻസ് വിത്ത് ആർഗ്യുമെൻറ്റ്സ് എന്താണെന്ന് പറയുന്നതിന് മുന്നേ എന്താണ് ആർഗ്യുമെൻറ്റ്സ് എന്ന് നമുക്ക് നോക്കാം. ഒരു ഫംഗ്ഷൻ, ഇതൊരു ഫംഗ്ഷനാണ്. ഒരു ഫംഗ്ഷൻ, ഇതൊരു ഫംഗ്ഷനല്ല, ഇതൊരു ഫംഗ്ഷൻ കോളാണ്. ആ ഫംഗ്ഷനെ കോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ഉപയോഗിക്കുന്ന വേരിയബിൾസ് ചിലപ്പോൾ ഫംഗ്ഷനിലേക്ക് വാല്യൂസ് പാസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഒരു ഫംഗ്ഷൻ കോളിൽ വാല്യൂസ് ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ വാല്യൂ പാസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വേരിയബിളുകളെയോ അല്ലെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന വാല്യൂസിനെയോ നമുക്ക് ആർഗ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് എന്ന് പറയാം. ഒരു പ്രാവശ്യം കൂടെ നമുക്കത് എന്താണെന്ന് നോക്കാം. നമ്മളൊരു ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ അവിടെ ഉപയോഗിക്കുന്ന വേരിയബിൾസ് അല്ലെങ്കിൽ വാല്യൂസ് നേരിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെയുള്ള വാല്യൂസോ അല്ലെങ്കിൽ വേരിയബിൾസോ ഒരു ഫംഗ്ഷൻ ഡെഫിനിഷനിലേക്ക്, ഇതാണ് ഫംഗ്ഷൻ ഡെഫിനിഷൻ, ഈ ഫംഗ്ഷൻ ഡെഫിനിഷനിലേക്ക് വാല്യൂസ് പാസ് ചെയ്യാൻ ഉപയോഗിക്കുന്നുവെങ്കിൽ അങ്ങനെയുള്ള വേരിയബിൾസിനെയോ അല്ലെങ്കിൽ വാല്യൂസിനെയോ നമ്മൾ ആർഗ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് എന്ന് പറയും. അതുപോലെ തന്നെ ഫംഗ്ഷൻ ഡെഫിനിഷനകത്തും നമ്മൾ ഇതുപോലുള്ള ഈ വാല്യൂ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് വേരിയബിൾസ് ഉപയോഗിക്കും. അങ്ങനെയുള്ള വേരിയബിൾസിന് നമ്മൾ പറയുന്ന പേരാണ് ആർഗ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ്. അപ്പോൾ ഇങ്ങനെ ആർഗ്യുമെൻറ്റ്സ് ഉപയോഗിക്കുന്ന ഫങ്ഷൻസ് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമേ നമ്മുടെ മെയിൻ പ്രോഗ്രാം കഴിഞ്ഞു. ആഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ ആഡ് a, b, എയും ബിയും 2 ഇൻറ്റിജർ വേരിയബിൾ ആണെന്ന് വിചാരിക്കുക. അതിനകത്ത് ഒരു വാല്യൂവും ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ നേരെ കൺട്രോള് ആ ഫംഗ്ഷനിലേക്ക് എത്തും. ആ ഫംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ എക്കകത്തുള്ള വാല്യൂ എക്സിലേക്ക് കോപ്പി ചെയ്യപ്പെടും, എക്കകത്തുള്ള വാല്യൂ എക്സിലേക്ക് കോപ്പി ചെയ്യപ്പെടും, ബിക്കകത്തുള്ള വാല്യൂ വൈയിലേക്ക് കോപ്പി ചെയ്യപ്പെടും. ഇവിടെ സംഭവിക്കുന്നത് എക്കകത്തുള്ള വാല്യൂ മാത്രമാണ് എക്സിലേക്ക് കോപ്പി ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും സംഭവിക്കുന്നത് നമ്മുടെ അടുത്തടുത്തിരിക്കുന്ന 2 കുട്ടികളുണ്ടെന്ന് വിചാരിക്കാം. ഒന്നാമത്തെ കുട്ടിയുടെ ബുക്കിൽ നോക്കി രണ്ടാമത്തെ കുട്ടി നോട്ട് എഴുതുകയാണെങ്കിൽ അങ്ങനെ ആ ഒന്നാമത്തെ കുട്ടിയുടെ നോട്ട് ജസ്റ്റ് കോപ്പി ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ കുട്ടിയുടെ കയ്യിലും ആ നോട്ടുണ്ടാവും, രണ്ടാമത്തെ കുട്ടിയുടെ കയ്യിലും ആ നോട്ടുണ്ടാവും. ഇവിടെ അതുപോലെ തന്നെയാണ് എയുടെ വാല്യൂ എക്സിലേക്ക് കോപ്പി ചെയ്യുന്നു. അപ്പോൾ എക്കകത്തും ആ വാല്യൂ ഉണ്ട്, എക്സിനകത്തും ആ വാല്യൂ ഉണ്ട്. ബിക്കകത്ത് ഉള്ള വാല്യൂ വൈയിലേക്ക് കോപ്പി ചെയ്യപ്പെടുന്നു എന്ന് വെച്ച് ബിയുടെ വാല്യൂ പോകുന്നില്ല, ബിക്കകത്തും ആ വാല്യൂ ഉണ്ട്, വൈക്കകത്തും ആ വാല്യൂ ഉണ്ട്. അതിനുശേഷം ഈ വാല്യൂസ് ഉപയോഗിച്ച് ഫംഗ്ഷനകത്ത് കാൽക്കുലേഷൻസ് നടത്തുന്നു, ആ ഫംഗ്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നു. ഇതാണ് ശരിക്കും സംഭവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫങ്ഷൻസ് കോൾ ചെയ്യുമ്പോൾ ആർഗ്യുമെൻറ്റ്സ് ഉപയോഗിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഫങ്ഷൻസിനെയാണ് നമ്മൾ ഫങ്ഷൻസ് വിത്ത് ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇവിടെ
നമ്മൾ ഫംഗ്ഷൻ കോളിനകത്ത് ഉപയോഗിക്കുന്ന ആർഗ്യുമെൻറ്റ്സ് ആണ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സാണ് എയും ബിയും. ഇങ്ങനെ ഫംഗ്ഷൻ കോളിനകത്ത് ഉപയോഗിക്കുന്ന പാരാമീറ്റേഴ്സിന് നമ്മൾ പറയുന്ന പേര് ആക്ച്വൽ പാരാമീറ്റേഴ്സ് എന്നാണ്. അതേസമയം ഇവിടെ ഫംഗ്ഷൻ ഡെഫിനിഷനകത്ത് 2 വേരിയബിൾസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ വേരിയബിൾസ് ആണ് ആക്ച്വൽ പാരാമീറ്റേഴ്സ് എന്നുള്ള വാല്യൂ അക്സെപ്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ഫംഗ്ഷൻ ഡെഫിനിഷനകത്ത്, ഇതാണ് ഫംഗ്ഷൻ ഡെഫിനിഷൻ, ആ ഫംഗ്ഷൻ ഡെഫിനിഷനകത്ത് ആക്ച്വൽ പാരാമീറ്റേഴ്സിൽ നിന്നുള്ള വാല്യൂ അക്സെപ്റ്റ് ചെയ്യുന്ന ഈ പാരാമീറ്റേഴ്സിന് നമ്മൾ പറയുന്ന പേര് ഫോർമൽ പാരാമീറ്റേഴ്സ് എന്നാണ്. ചുരുക്കം നമുക്ക് ഇങ്ങനെ പറയാം, ഫംഗ്ഷൻ കോളിൽ ഉള്ള പാരാമീറ്റേഴ്സിന് ആക്ച്വൽ പാരാമീറ്റേഴ്സ് എന്നും ഫംഗ്ഷൻ ഡെഫിനിഷനകത്തുള്ള പാരാമീറ്റേഴ്സിന് നമ്മൾ ഫോർമൽ പാരാമീറ്റേഴ്സ് എന്നും പറയാം. ഇത്രയാണ് ഫങ്ഷൻസ് വിത്ത് ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്ന ആ ടൈപ്പ് ഫങ്ഷൻസ്. ഇവിടെ നമ്മൾ ആകെ ചെയ്യേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. നമ്മൾ ഇവിടെ പ്രോട്ടോടൈപ്പ് ഡിക്ലറേഷൻ, ഇവിടുത്തെ പ്രോട്ടോടൈപ്പ് ഡിക്ലറേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. വോയിഡ് ആഡ് എന്നിട്ടൊരു ബ്രാക്കറ്റ് ഇടുന്നു, ഇൻറ്റ് കോമ ഇൻറ്റ്. ഇതിനർത്ഥം ഇതാണ്, നമ്മൾ കമ്പൈലറിനോട് പറയുന്നു നമ്മളൊരു ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു, ആ ഫംഗ്ഷൻ്റെ പേര് ആഡ് എന്നാണ്, അതിനകത്തേക്ക് 2 ഇൻറ്റിജർ വാല്യൂ നമ്മൾ പാസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കാം, ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ, ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷനിലേക്ക് 2 ഇൻറ്റിജർ വാല്യൂ നമ്മൾ പാസ് ചെയ്യുന്നുണ്ട്. ഈ ഫംഗ്ഷൻ ഒരു വാല്യൂവും റിട്ടേൺ ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് നമ്മളിവിടെ വോയിഡ് എന്ന് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതാണ് പ്രോട്ടോടൈപ്പ് ഡിക്ലറേഷൻ. വോയിഡ് ആഡ് ബ്രാക്കറ്റിലെ ഇൻറ്റ് കോമ ഇൻറ്റ് എന്ന് നമ്മൾ പറയുന്നു. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഫങ്ഷൻസ് വിത്ത് ആർഗ്യുമെൻറ്റ്സ് ആൻഡ് റിട്ടേൺ ടൈപ്പ്. ഇവിടെ നമ്മളൊരു ഫംഗ്ഷൻ ഉപയോഗിച്ച് വാല്യൂസ് പാസ് ചെയ്യുന്നുണ്ട്, അതിനുശേഷം അവിടെ കാൽക്കുലേഷൻ കഴിഞ്ഞ് കോൾ ചെയ്ത സ്ഥലത്തേക്ക് വാല്യൂ റിട്ടേൺ ചെയ്യുന്നുമുണ്ട്. നമുക്കിവിടെ പ്രോഗ്രാം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ആദ്യത്തെ ലൈൻ എന്ന് പറയുന്നത് പ്രോട്ടോടൈപ്പ് ഡിക്ലറേഷനാണ്. ഇവിടെ നമ്മുടെ ഫംഗ്ഷൻ്റെ പേര് സം എന്നാണ് ഉപയോഗിച്ചേക്കുന്നത്. ആ സം എന്ന് പറയുന്ന ഫംഗ്ഷൻ 2 ഇൻറ്റിജർ വാല്യൂ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. കൂടാതെ ആ ഫംഗ്ഷൻ മെയിൻ പ്രോഗ്രാമിലേക്ക് ഒരു വാല്യൂ റിട്ടേൺ ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ കോളിലെ 2 ഇൻറ്റിജർ വാല്യൂസ് പാസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ആ ഫംഗ്ഷൻ മെയിനിലേക്ക് ഒരു ഇൻറ്റിജർ വാല്യൂ റിട്ടേൺ ചെയ്യുന്നുണ്ട്. ആ കാര്യം നമ്മുടെ കമ്പൈലറിനോട് ആദ്യമേ പറഞ്ഞു. സോ അതാണ് ഇവിടുത്തെ പ്രോട്ടോടൈപ്പ് ഡിക്ലറേഷൻ. അതിനുശേഷം മെയിൻ പ്രോഗ്രാം തുടങ്ങുന്നു. ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഈക്വൽ ടു കഴിഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് നമുക്കൊന്ന് നോക്കാം. സം ഓഫ് എ കോമ ബി. സം എന്നാണ് ഫംഗ്ഷൻ്റെ പേര്. സം ഓഫ് എ കോമ ബി. എ ആൻഡ് ബി ആർ ആക്ച്വൽ പാരാമീറ്റേഴ്സ്. എന്തുകൊണ്ടാണ്? ഫംഗ്ഷൻ കോളിൽ ഉപയോഗിക്കുന്ന പാരാമീറ്റേഴ്സ് ആയതുകൊണ്ട് ഇവ രണ്ടും ആക്ച്വൽ പാരാമീറ്റേഴ്സ് ആണ്. രണ്ടും ഇൻറ്റിജർ വേരിയബിളാണ്, അതിനകത്ത് ഓരോ വാല്യൂസ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ എയുടെ വാല്യൂ 10ഉം ബിയുടെ വാല്യൂ 20ഉം ആണെങ്കിൽ ഉടനെ ഫംഗ്ഷനിലേക്ക് കൺട്രോൾ പോകും. ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. എയുടെ വാല്യൂ പിയിലേക്ക് കോപ്പി ചെയ്യും, ബിയുടെ വാല്യൂ ക്യൂയിലേക്ക് കോപ്പി ചെയ്യും. അതിനുശേഷം പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യും. എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യും. എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം ഇവിടെ കാൽക്കുലേഷൻ എല്ലാം കഴിഞ്ഞിട്ട് ഒരു വാല്യൂ റിട്ടേൺ ചെയ്യും. ആ റിട്ടേൺ ചെയ്യുന്നതിന് നമ്മൾ റിട്ടേൺ എന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഉപയോഗിക്കുന്നത്. റിട്ടേൺ എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കും. റിട്ടേൺ ആർ എന്ന് പറഞ്ഞാൽ ആറിനകത്ത് എന്ത് വാല്യൂ ആണോ ഉള്ളത് അത് മെയിൻ പ്രോഗ്രാമിലേക്ക് റിട്ടേൺ ചെയ്യും. ആ വാല്യൂ നേരെ ഇവിടെ വരും. നമ്മൾ ഈ കാണിച്ചേക്കുന്നതിന് പകരം ഈ സം ഓഫ് എ കോമ ബി എന്ന് പറയുന്നതിന് പകരം നമ്മൾ ഈ അയക്കുന്ന ആർ എന്ന് പറയുന്ന വാല്യൂ വരും. ആറിനകത്തുള്ള വാല്യൂ വരും. ആ വാല്യൂ വൈയിലേക്ക് അസൈൻ ചെയ്യും. അതിനുശേഷം വീണ്ടും പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യും. ചുരുക്കം ഇവിടെ സംഭവിക്കുന്നത് നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ആ ഫംഗ്ഷൻ കോൾ സമയത്ത് തന്നെ 2 ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ കാൽക്കുലേഷൻസ് നടത്തിയതിന് ശേഷം തിരിച്ച് ഈ ഫംഗ്ഷൻ മെയിനിലേക്ക് ഒരു വാല്യൂ റിട്ടേൺ ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഫംഗ്ഷൻസിനെയാണ് നമ്മൾ ഫംഗ്ഷൻസ് വിത്ത് ആർഗ്യുമെൻറ്റ്സ് ആൻഡ് റിട്ടേൺ ടൈപ്പ് എന്ന് പറയുന്നത്.